യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗവും വർദ്ധിച്ചുവരുന്ന അക്രമവാസനയും നിരീക്ഷിക്കാൻ പുതിയ നടപടിയുമായി സർക്കാർ. ലഹരി ഉപയോഗം തടയാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിങ്ക് ടാങ്ക് രൂപീകരിച്ചു. ലഹരി വസ്തുക്കളുടെ വിൽപ്പന, ഉപയോഗം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി സർക്കാരിനെ അറിയിക്കാൻ വെബ് പോർട്ടൽ സജ്ജീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലഹരി ഉത്പന്നങ്ങളുടെ ഉപയോഗവും യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഒരു തിങ്ക് ടാങ്ക് രൂപീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലഹരി വസ്തുക്കളുടെ വിൽപ്പന, ഉപയോഗം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി സർക്കാരിനെ അറിയിക്കാൻ സഹായിക്കുന്ന വെബ് പോർട്ടൽ ഉടൻ സജ്ജീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കി. യുവതലമുറയിൽ രാസലഹരി ഉൾപ്പെടെയുള്ള നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം, അക്രമ സാധ്യത തുടങ്ങിയ വിപത്തുകളെ ചെറുക്കാൻ വിദ്യാർത്ഥി, യുവജന സംഘടനകളുടെയും സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷകർത്താ സംഘടനകളുടെയും വിവിധ മേഖലകളിലെ വിദഗ്ധരുടെയും അഭിപ്രായം സ്വരൂപിച്ച് കർമ്മ പദ്ധതി രൂപീകരിക്കുന്നതിനായി നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കുട്ടികളിൽ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ആക്രമണോത്സുകത, അതോടൊപ്പം തന്നെ മാരകമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തെ ആകെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങളാണ്. വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിനിധികളുണ്ട്. പുതിയ കാലത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനുണ്ടാകും. യോഗത്തിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനമായി. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജൂണിൽ അക്കാദമി വർഷം ആരംഭിക്കുമ്പോൾ വിപുലമായ തോതിൽ അക്കാദമിക് സ്ഥാപനങ്ങളിലും എല്ലാ വിദ്യാലയങ്ങളിലും ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.